2024 ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വരാൻ പോകുന്ന LDC LGS പരീക്ഷയിൽ ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുത്തത് കീലിയൻ മർഫിനെയാണ്. മികച്ച നടനായി തെരഞ്ഞെടുത്ത കീലിയൻ മർഫി, അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രം ഓപ്പൺ ഹൈമർ എന്ന ചലച്ചിത്രത്തിലെ അഭിനയ മികവ് പരിഗണിച്ചാണ് കീലിയൻ മർഫിക്ക് മികച്ച നടനുള്ള 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എമ്മ സ്റ്റോൺ ആണ്. ഏത് സിനിമയിലെ അഭിനയ മികവിനാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പുവർ തിങ്സ് ആണ്. പുവർ തിങ്സ് എന്ന സിനിമയിലെ നടിയാണ് എമ്മ സ്റ്റോൺ. ഈ ഒരു സിനിമയിലെ അഭിനയ മികവിന് 2024 ഓസ്കാർ പുരസ്കാരം എമ്മ സ്റ്റോണിന് ലഭിച്ചു. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ക്രിസ്റ്റഫർ നോളൻ ആണ്. ക്രിസ്റ്റഫർ നോളൻ ആണ് മികച്ച സംവിധായകനായിട്ട് വരുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ആ ഒരു സിനിമ പരിഗണിച്ചുകൊണ്ടാണ് 2024 ഓസ്കാർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിനും ആദ്യമായിട്ടാണ് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത്. നമ്മളിവിടെ പരിചയപ്പെട്ടത് 2024 ഓസ്കാർ പുരസ്കാരം മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച നടൻ കീലിയൻ മർഫി. 2024 ഓസ്കാർ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ മികച്ച രാജ്യാന്തര സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ദ സ്റ്റോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന ചലച്ചിത്രമാണ്. മികച്ച രാജ്യാന്തര സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ദ സ്റ്റോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 2024 ഓസ്കാർ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ മികച്ച രാജ്യാന്തര സിനിമ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ദ സ്റ്റോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തെരഞ്ഞെടുത്തത് ഡിവൈൻ ജോയ് ആണ്. ഡിവൈൻ ജോയ് റാൻഡോൾഫ് ആണ് മികച്ച സഹനടിയായിട്ട് തെരഞ്ഞെടുത്തത്. ദ ഹോൾഡോവേഴ്സ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ അഭിനയ മികവിനാണ് ഡിവൈൻ ജോയ് റാൻഡോൾഫ് മികച്ച സഹനടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഓസ്കാർ പുരസ്കാരം മികച്ച സഹനടി ഡിവൈൻ ജോയ് റാൻഡോൾഫ്. അവര് അഭിനയിച്ച സിനിമ ദ ഹോൾഡോവേഴ്സ്. 2024 ഓസ്കാറിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ടത് മികച്ച ചിത്രം, സംവിധായകൻ, സഹനടൻ, എഡിറ്റിംഗ് അടക്കം 7 പുരസ്കാരങ്ങൾ നേടി ഓസ്കാറിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഓപ്പൺ ഹൈമർ എന്ന ചലച്ചിത്രം. അപ്പൊ മികച്ച സിനിമ ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്പൺ ഹൈമർ ആണ്. ഓപ്പൺ ഹൈമർക്ക് എത്ര ഓസ്കാർ പുരസ്കാരങ്ങൾ 2024 ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 7 ആണ്. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഓപ്പൺ ഹൈമർക്കാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചു. സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു. എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചു. അങ്ങനെ 7ഓളം പുരസ്കാരങ്ങൾ ഈ ഒരു ഓസ്കാർ പുരസ്കാര സമയത്ത് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചു. ആ ഒരു സിനിമയുടെ പേര് മറക്കരുത്, ഓപ്പൺ ഹൈമർ എന്നതാണ് സിനിമയുടെ പേര്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തെരഞ്ഞെടുത്തത് റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. ഓപ്പൺ ഹൈമർ എന്ന സിനിമയിലെ നടനാണ് റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പൊ 2024 ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ ലഭിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന പുരസ്കാരങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. മികച്ച നടൻ കീലിയൻ മർഫിയാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. മികച്ച സംവിധായകൻ ഉത്തരമായിട്ട് വരേണ്ടത് ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച രാജ്യാന്തര സിനിമ ദ സ്റ്റോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മികച്ച സഹനടി ഡിവൈൻ ജോയ് റാൻഡോൾഫ് ആണ്. മികച്ച സിനിമയായിട്ട് വരേണ്ടത് ഓപ്പൺ ഹൈമർ ആണ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഇപ്പൊ 2024 ഓസ്കാറുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലൊക്കെ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്ന പരീക്ഷയിൽ നിർണായകമാണ്. നല്ല രീതിയിൽ പഠിക്കുക.